നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാതൃകയിൽ തെലുങ്ക് സിനിമാ വ്യവസായത്തിലെ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് സമാനമായ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ തെലങ്കാന സർക്കാരോട് അഭ്യർത്ഥിച്ച നടി സാമന്ത രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് നയങ്ങൾ രൂപപ്പെടുത്താനും സ്ത്രീകൾക്ക് സുരക്ഷിതമായ തൊഴിലന്തരീക്ഷം ഉറപ്പാക്കാനും സഹായിക്കുമെന്ന് സാമന്ത പറഞ്ഞു. തെലുങ്ക് സിനിമാ മേഖലയിലെ സ്ത്രീകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നു. ഈ നിമിഷത്തിലേക്ക് വഴിയൊരുക്കിയ കേരളത്തിലെ WCCയുടെ നിരന്തരമായ ശ്രമങ്ങളെ അഭിനന്ദിക്കുന്നുവെന്ന് നടി സാമന്ത പറഞ്ഞു. തെലുങ്ക് ചലച്ചിത്ര വ്യവസായം സ്ത്രീകൾക്ക് സുരക്ഷിതമായ തൊഴിലന്തരീക്ഷം സ്ഥാപിക്കുന്നതിന് സർക്കാരിന്റെ ഈ മേഖലയിലെ നയങ്ങളുടെയും രൂപീകരണത്തിന് സഹായിക്കുന്ന ലൈംഗിക പീഡനത്തിനെക്കുറിച്ച് സമർപ്പിച്ച സബ് കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുവാൻ തെലങ്കാന സർക്കാരിനോട് തങ്ങൾ ഇതിനായി അഭ്യർത്ഥിക്കുന്നുവെന്നും സാമന്ത കൂട്ടിച്ചേർത്തു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ 235 പേജുള്ള റിപ്പോർട്ട് കഴിഞ്ഞയാഴ്ചയാണ് പുറത്തെത്തിയത്. ഇതിന്റെ അലയൊലികൾ സംസ്ഥാനം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലും പടരുകയാണെന്ന് തെളിയിക്കുന്നതാണ് സാമന്തയുടെ വാക്കുകൾ. അതേസമയം തമിഴ് സിനിമാ രംഗത്തും ഇത്തരം സാഹചര്യം ഒരുക്കുമെന്ന് തമിഴ് താരസംഘടന നേതാവ് വിശാൽ പറഞ്ഞു. തമിഴ് സിനിമയിലും തുറന്നു പറച്ചിലിന് അവസരം ഒരുക്കും. താരസംഘടനയുടെ നേതൃത്വത്തിൽ ഇതിനായി കമ്മിറ്റി രൂപീകരിക്കുമെന്നും സിനിമാ പ്രവർത്തകർ ദുരനുഭവങ്ങൾ തുറന്നു പറയണമെന്നും വിശാൽ പറഞ്ഞു. തമിഴിലെ താരസംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് വിശാൽ. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവാദം കത്തിയതിനു പിന്നാലെ താരസംഘടനയായ അമ്മയിൽ നിന്ന് മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ചിരുന്നു. നിലവിലെ അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ ഇപ്പോൾ രംഗത്തെത്തിയതിനു പിന്നാലെ അമ്മയിൽ കടുത്ത ഭിന്നതയുണ്ടായിരിക്കുകയാണ്.